പാവയ്ക്ക കൊണ്ട് ചായ കേൾക്കുമ്പോൾ തന്നെ മുഖം ചുളിക്കാൻ വരട്ടെ. കേട്ടത് സത്യമാണ്. പാവയ്ക്ക കൊണ്ട് ചായ ഉണ്ടാക്കാം. ഗോഹ്യ ചായ എന്നും അറിയപ്പെടുന്ന പാവയ്ക്ക ചായയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളാണുള്ളത്. പാവയ്ക്ക ചായ പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിലും പ്രമേഹം ക്രമീകരിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഈ ചായ ബെസ്റ്റ് ആണ്. പാവയ്ക്കയുടെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. പാവയ്ക്ക ചായ കരളിലെ വിഷാംശം ഇല്ലാതാക്കാനും കുടലുകളെ ശുദ്ധീകരിക്കാനും സഹായിക്കും. ഇത് ദഹന പ്രശ്നങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. പാവയ്ക്കയിൽ വിറ്റാമിൻ സിയുടെ സാന്നിധ്യം അണുബാധകളെ ചെറുക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ പാവയ്ക്ക ചായ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ്. പാവയ്ക്കയിൽ അടങ്ങിയ വിറ്റാമിൻ എ കാഴ്ചശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കും. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള പാവയ്ക്ക ചായ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. പാവയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഉണങ്ങിയതോ വാട്ടിയതോ ആയ രൂപത്തിൽ. വെള്ളം, തേൻ എന്നിവയാണ് പ്രധാന ചേരുവകൾ. പാവയ്ക്കയ്ക്ക് പകരം പാവയ്ക്കയുടെ ഇല ഉണങ്ങിയതും ഉപയോഗിക്കാവുന്നതാണ്. ഒരു പാത്രത്തിൽ അല്പം വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പാവയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് ഇടത്തരം ചൂടിൽ 10 മിനിറ്റ് തിളപ്പിക്കുക. അല്പനേരം വെള്ളം മാറ്റിവെച്ച ശേഷം ഇതിൽ തേൻ ചേർത്ത് കുടിക്കാവുന്നതാണ്. എന്നിരുന്നാലും ചായ പ്രധാനമായും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മധുരം ഒഴിവാക്കുന്നതാണ് നല്ലത്.